സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2223 96 പേർ ചികിത്സയിൽ. എറണാകുളത്താണ് കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ചത്. 431 കേസുകൾ എറണാകുളത്ത് സ്ഥിരീകരിച്ചു. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്തുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? അനീഷ, നിലവിൽ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ജാഗ്രതയോടുകൂടി നമ്മൾ സ്വയം കരുതലുണ്ടാവണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും അതുപോലെ കോവിഡും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാധാരണ നിലയിൽ ചേരുന്ന പോലെയുള്ള സ്റ്റേറ്റ് RRT യോഗം ഇന്ന് ചേർന്നത്. സ്റ്റേറ്റ് RRT യോഗം ചേർന്നുകൊണ്ട് നിലവിലത്തെ സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി. സംസ്ഥാനത്ത് ഇതുവരെ നിലവിൽ ആക്റ്റീവ് കേസുകൾ കോവിഡിന്റെ കണക്കെടുത്താൽ 2223 ആക്റ്റീവ് കേസുകൾ സംസ്ഥാനത്തുണ്ട്. 96 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഈ ചികിത്സയിൽ തുടരുന്ന ആളുകൾക്ക് കോവിഡും മറ്റ് പല അനുബന്ധ അസുഖങ്ങളുമുണ്ട്. അത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നിലവിൽ ഈ കോവിഡ് ബാധിക്കുന്നത് മറ്റ് അനുബന്ധ അസുഖങ്ങൾ ഉള്ള ആളുകളെയാണ്. അപ്പോൾ അവർക്ക് ഒരു മരണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട്. നിലവിലത്തെ കണക്ക് പ്രകാരം 2223 കേസുകൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം രോഗികളുള്ളത് എറണാകുളം ജില്ലയിലാണ്, 431. അത് രണ്ടാമത് വരുമ്പോൾ കോട്ടയം ജില്ലയിലാണ്, 426. തിരുവനന്തപുരം ജില്ലയിൽ 365 രോഗികളുമുണ്ട്. മറ്റു പല ജില്ലകളിലും രോഗികളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. പശ്ചിമ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒമിക്രോൺ JN1 LF7 വകഭേദമാണ് കേരളത്തിലും ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണ്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പൊതു ഇടങ്ങളിലും അതുപോലെ തന്നെ യാത്രകളിലും മാസ്ക് ധരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ ആശുപത്രികളിലും ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗലക്ഷണങ്ങളുള്ള ആളുകളെ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാനുമുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് ഡെങ്കിപ്പനിയും എലിപ്പനിയും പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ചെയ്തു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. അനീഷ. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.